നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹാവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 43 മുതൽ 45 വരെയും 49, 84, 85, 87 കാലക്രമം അനുസരിച്ചുള്ളതായ നമ്മുടെ ബൈബിൾ വായനയിൽ നിന്ന് ഇന്ന് നാം 2 ശമൂവേലിൻ്റെ ചരിത്രയാത്രയിൽ നിന്ന് അല്പസമയം മാറി ചില സങ്കീർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ നോട്ടത്തിൽ ഇത് ചരിത്ര വിവരണത്തിനിടയിലെ ഒരു ഇടവേളയായി ഒക്കെ നമുക്ക് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ചരിത്രത്തെ ആരാധനയുടെ കണ്ണുകളിലൂടെ കാണുവാനുള്ള ദൈവികമായ ഒരു ക്ഷണമാണ്. 2 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദ് യഹൂദായുടെ രാജാവായി അഭിഷിക്തനായിരിക്കുന്നു. എന്നാൽ മുഴുവൻ ഇസ്രായേലിൻ്റെ സിംഹാസനം ഇതുവരെ അവൻ്റെ കൈവശമായിട്ടില്ല. ശൗൽ മരിച്ചെങ്കിലും രാജ്യം ഇപ്പോഴും വിഭജിക്കപ്പെട്ട നിലയിലാണ്. രാഷ്ട്രീയ ആശയക്കുഴപ്പം, ആഭ്യന്തര യുദ്ധം, വഞ്ചന, അനിശ്ചിതത്വം എന്നിവയാണ് എല്ലായിടത്തും. 2 ശമൂവേൽ 5 ദാവീദ് മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവാകുന്നതിന് മുൻപ് ദൈവം ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. എന്തുകൊണ്ട്? കാരണം ദാവീദിൻ്റെ രാജ്യം പുറമേ സ്ഥാപിക്കുന്നതിന് മുൻപ് തൻ്റെ രാജ്യം ഉള്ളിൽ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത സിംഹാസനം നൽകുന്നതിന് മുൻപ് അവൻ ആഗ്രഹിക്കുന്ന ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് ഈ സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 43 വേദന നിറഞ്ഞ ഒരു നിലവിളിയോടെയാണ് ആരംഭിക്കുന്നത്. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. സങ്കീർത്തനക്കാരന് ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്നു. ദൈവം അകന്നു പോയതായി അനുഭവപ്പെടുന്നു. ശത്രുക്കൾ കൂടുതൽ ശക്തരാണെന്ന് തോന്നുന്നു. ഇത് 2 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലെ സാഹചര്യത്തോട് വളരെ സാമ്യമുള്ളതാണ്. ദാവീദിന് ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവൻ കാത്തിരുന്നു. ബലപ്രയോഗത്തിലൂടെ സിംഹാസനം പിടിച്ചെടുക്കുവാൻ അവൻ ശ്രമിച്ചില്ല. പകരം നീതി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 42-ലും 43-ലും 3 പ്രാവശ്യം ഒരേ വാക്യം ആവർത്തിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. വിശ്വാസം എന്നത് എല്ലാം സുഖമാണെന്ന് നടിക്കുന്നതല്ല. സാഹചര്യങ്ങൾ മാറാതിരിക്കുമ്പോഴും സ്വന്തം ആത്മാവിനോട് പ്രത്യാശ പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഇന്നും അനേക വിശ്വാസികൾ സങ്കീർത്തനം 43 കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്ന് തോന്നാം. സ്വപ്നങ്ങൾ വൈകിപ്പോയതായി അനുഭവപ്പെടാം. നമ്മുടെ ശുശ്രൂഷ ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നാം. എന്നാൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ നിശബ്ദത അവൻ്റെ അഭാവമല്ല. ചിലപ്പോൾ വാഗ്ദാനം നിവർത്തിക്കുന്നതിന് മുൻപ് ദൈവം ആ വാഗ്ദാനത്തിന് യോഗ്യനായ വ്യക്തിയെ ഒരുക്കുകയാണ്. സങ്കീർത്തനം 44 വളരെ വ്യത്യസ്തമായ ഒരു സങ്കീർത്തനമാണ്. ഇസ്രായേൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ വിശ്വസ്തരായി നിന്നിട്ടും കഷ്ടം ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഇതൊരു സാധാരണ തെറ്റിദ്ധാരണയെ തിരുത്തുന്നു. എല്ലാ കഷ്ടപ്പാടുകളും ശിക്ഷയല്ല. ചിലപ്പോൾ ദൈവത്തിൻ്റേതായതുകൊണ്ട് തന്നെ വിശ്വസ്തരായവർ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ദാവീദ് ഇത് നന്നായി മനസ്സിലാക്കിയിരുന്നു. ശൗൽ മരിച്ചതിന് ശേഷവും ദാവീദിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ദൈവം തിരഞ്ഞെടുത്ത രാജാവിനും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇന്നും പല ക്രിസ്ത്യാനികളും അനുസരണ ജീവിതം എളുപ്പമുള്ള ജീവിതത്തിന് ഉറപ്പാണെന്ന് കരുതുന്നു. എന്നാൽ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിശ്വസ്തത പലപ്പോഴും എതിർപ്പുകളെ ക്ഷണിച്ചു വരുത്തും. കാരണം വെളിച്ചം എപ്പോഴും ഇരുളിനെ അസ്വസ്ഥമാക്കുന്നു. അതിനാൽ യഥാർത്ഥ ചോദ്യം ഞാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നതല്ല, മറിച്ച് കഷ്ടത്തിനിടയിലും ഞാൻ വിശ്വസ്തനായി നിലകൊള്ളുമോ എന്നതാണ്. 45-ാം സങ്കീർത്തനത്തിൻ്റെ ഭാവം പെട്ടെന്ന് മാറുകയാണ്. സങ്കീർത്തനം 45 ഒരു രാജകീയ വിവാഹ ഗാനമാണ്. ചരിത്രപരമായി ഇത് ദാവീദിൻ്റെ വംശത്തിലെ ഒരു രാജാവിനെക്കുറിച്ചായിരിക്കാം. എന്നാൽ പ്രവചനപരമായി ഇത് ദാവീദിനേക്കാൾ വളരെ അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നു. എബ്രായർ 1-ാം അധ്യായം ഈ സങ്കീർത്തനം നേരിട്ട് യേശുക്രിസ്തുവിൽ പ്രയോഗിക്കുന്നു. ദാവീദിൻ്റെ രാജ്യം താൽക്കാലികമായിരുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യം നിത്യമാണ്. 2 ശമൂവേൽ 5 ദാവീദ് ഉടൻ യെരുശലേമിലേക്ക് പ്രവേശിക്കും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു രാജാവ് യെരുശലേമിൽ പ്രവേശിച്ചു. യുദ്ധക്കുതിരപ്പുറത്തല്ല, വിനയത്തിൻ്റെ അടയാളമായ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്. സങ്കീർത്തനം 45 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ഒരു നാൾ അവസാനിക്കും. ക്രിസ്തുവിൻ്റെ സിംഹാസനം മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രത്യാശ രാഷ്ട്രീയ നേതാക്കളിലോ സഭാ നേതാക്കളിലോ ഭൂമിയിലെ വിജയങ്ങളിലോ അല്ല,
നമ്മുടെ പ്രത്യാശ നിത്യ രാജാവായ യേശു ക്രിസ്തുവിലാണ്. സങ്കീർത്തനം 49 മനുഷ്യൻ്റെ അഹങ്കാരത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നു. സമ്പത്തിന് ഒരു ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല. പണത്തിന് മരണത്തെ തടയാനാവില്ല. പദവിക്ക് നിത്യത വാങ്ങാനാവില്ല. ശൗലിൻ്റെ രാജവംശത്തെക്കുറിച്ച് വായിച്ചതിന് ശേഷം ഈ സങ്കീർത്തനം കൂടുതൽ പ്രസക്തമാകുന്നു. ശൗലിന് അധികാരമുണ്ടായിരുന്നു. അബ്നേറിന് സൈനിക ശക്തി ഉണ്ടായിരുന്നു. ഈശ്ബോശേത്ത് സിംഹാസനത്തിലിരുന്നു. എന്നിട്ടും അവരുടെ രാജ്യം നിലനിർത്തുവാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. ദൈവമില്ലാത്ത അധികാരം ഒടുവിൽ തകർന്നു വീഴും. ഇന്നത്തെ ലോകം വിജയത്തെ ശമ്പളത്താലും സമ്പത്തിനാലും അനുയായികളുടെ എണ്ണത്തിനാലും സ്വാധീനത്താലുമൊക്കെയാണ് അളക്കുന്നത്. എന്നാൽ സങ്കീർത്തനം 49 ഒരു ഗൗരവമുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുന്നു. മരണത്തിന് ശേഷം എന്താണ് ശേഷിക്കുന്നത്? ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിനാണ് നിത്യമായ മൂല്യം ഉള്ളത്. 84-ാമത്തെ സങ്കീർത്തനം തിരുവെഴുത്തിലെ ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ തിരുനിവാസം എത്ര മനോഹരം! സങ്കീർത്തനക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സമൃദ്ധിയല്ല, വിജയമല്ല, പ്രശസ്തിയുമല്ല, ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നതാണ്. ദാവീദ് യെരൂശലേം പിടിച്ചടക്കുന്നതിന് മുൻപ് ഈ സങ്കീർത്തനം വായിക്കുന്നത് വളരെ അർത്ഥവത്താണ്. ഉടൻ ദാവീദ് യെരൂശലേമിനെ ഇസ്രായേലിൻ്റെ ആത്മീയ കേന്ദ്രമാക്കും. എന്നാൽ നഗരം സ്ഥാപിക്കുന്നതിന് മുൻപ് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം ദൈവം പഠിപ്പിക്കുന്നു. കാരണം നഗരങ്ങൾ വിശുദ്ധമല്ല, കെട്ടിടങ്ങൾ വിശുദ്ധമല്ല, ദൈവ സാന്നിധ്യമാണ് ഒരു സ്ഥലത്തെ വിശുദ്ധമാക്കുന്നത്. ഈ സങ്കീർത്തനം മറ്റൊരു വലിയ സത്യം കൂടി നമ്മോട് പറയുന്നു. ശക്തി, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ശ്രദ്ധിക്കുക, സ്വന്തമായി ശക്തിയുള്ളവരല്ല ഭാഗ്യവാന്മാർ, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അതായത് ദൈവത്തെ ആശ്രയിക്കുന്ന ബലഹീനർ ആത്മീയമായി ശക്തരാകുന്നു. സങ്കീർത്തനം 85 ദൈവത്തിൻ്റെ മുൻകാല പുനഃസ്ഥാപനത്തെ ഓർക്കുന്നു. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഥാർത്ഥ നവീകരണം വെറും വികാര ഉത്തേജനമല്ല. ഹൃദയങ്ങൾ വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് യഥാർത്ഥ ആത്മീയ ഉണർവ്. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിലൊന്ന്: ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ക്രൂശിൽ ഈ വചനം പൂർണ്ണത പ്രാപിച്ചു. അവിടെ നീതി തൃപ്തിപ്പെട്ടു, കരുണ വെളിപ്പെട്ടു, സമാധാനത്തിന് വഴി തുറന്നു. ദാവീദ് ഇസ്രായേലിനെ ഏകീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു രാജ്യം നിലനിൽക്കാൻ നീതിയും കരുണയും ഒരുമിച്ച് നടക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബങ്ങളും സഭകളും ശുശ്രൂഷകളും രാജ്യങ്ങളും സത്യവും കൃപയും ഒരുമിച്ച് നടക്കുമ്പോഴാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. സങ്കീർത്തനം 87 സിയോനെ മഹത്വപ്പെടുത്തുന്നു. അതിൻ്റെ മതിലുകൾ കൊണ്ടല്ല, സൈനിക ശക്തി കൊണ്ടുമല്ല, ദൈവം അവിടെ വസിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇത് 2 ശമൂവേൽ 5 അത്ഭുതകരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉടൻ ദാവീദ് യെരൂശലേം അഥവാ സിയോൻ കീഴടക്കും. എന്നാൽ അതിൻ്റെ സൈനിക വിജയം വായിക്കുന്നതിന് മുൻപ് അതിൻ്റെ ആത്മീയ മഹത്വം ദൈവം വെളിപ്പെടുത്തുന്നു. യെരൂശലേം വിലപ്പെട്ടത് അത് ദൈവത്തിൻ്റേതായതുകൊണ്ടാണ്. ഇതിലും അത്ഭുതകരമായ കാര്യം സങ്കീർത്തനം 87 പ്രവചിക്കുന്നത് മിസ്രയീം, ബാബേൽ, ഫെലിസ്തീർ, സോർ, ക്രൂശ് എന്നീ ദേശങ്ങളിൽ നിന്നുള്ളവരും ഒരു നാൾ സിയോൻ്റെ പൗരന്മാരായി കണക്കാക്കപ്പെടുമെന്നാണ്. ഇത് ദൈവത്തിൻ്റെ ആഗോള രാജ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു ദിവസം സുവിശേഷം സകല ജാതികളെയും സ്വാഗതം ചെയ്യും. എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ ഒരേ ഒരു രക്ഷിതാവിനെ ആരാധിക്കുന്ന പുതിയ നിയമസഭയാണ് ഈ ദർശനത്തിൻ്റെ പൂർത്തീകരണം. ദൈവത്തിൻ്റെ രാജ്യം ഒരിക്കലും ഇസ്രായേലിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും സകല ജാതികൾക്കും വേണ്ടിയായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഇന്നത്തെ തലമുറയോടും ശക്തമായി സംസാരിക്കുന്നു. നേട്ടം, സമ്പത്ത്, മത്സരം, അംഗീകാരം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ലോകം ജീവിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധ വീണ്ടും വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്നു. ജീവിതം അന്യായമാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കഷ്ടം വരുമ്പോൾ വിശ്വസ്തനായി നിലകൊള്ളുക. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സമ്പത്തിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുക. വിജയം ലഭിക്കുമ്പോൾ എല്ലാറ്റിനും ഉപരിയായി ദൈവസാന്നിധ്യം അന്വേഷിക്കുക. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ രാജ്യം നമ്മേക്കാൾ വലിയതാണെന്ന് ഓർക്കുക. ദാവീദ് രാജാവാകുന്നതിന് മുൻപ് കീഴടങ്ങൽ പഠിക്കേണ്ടി വന്നതുപോലെ ആത്മീയ പക്വതയും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. ദൈവം നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നു. സാഹചര്യങ്ങൾ മാറ്റുന്നതിന് മുൻപ് അവൻ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ ദൈവ സാന്നിധ്യത്തെയാണോ കൂടുതൽ അന്വേഷിക്കുന്നത്? അതോ എൻ്റെ ജീവിതം താൽക്കാലിക വിജയങ്ങളിലാണോ പണിതിരിക്കുന്നത്? അതോ നിത്യമായ മൂല്യങ്ങളിലോ? സങ്കീർത്തനം 49 സമ്പത്ത് മാഞ്ഞു പോകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 45 ക്രിസ്തുവിൻ്റെ രാജ്യം മാത്രമാണ് നിത്യമായതെന്ന് പ്രഖ്യാപിക്കുന്നു.
സങ്കീർത്തനം 87 ദൈവരാജ്യത്തിലെ പൗരത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യക്തിത്വമെന്ന് പഠിപ്പിക്കുന്നു. ചരിത്രം അവസാനിക്കുമ്പോൾ ചോദിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാം എത്ര വിജയിച്ചു എന്നതായിരിക്കുകയില്ല. നമ്മുടെ പേര് ദൈവത്തിൻ്റെ നിത്യ സിയോനിലെ പൗരന്മാരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നതായിരിക്കും. 2 ശമൂവേൽ 5 ദാവീദ് ഒടുവിൽ മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവാകുന്ന സംഭവം വായിക്കാൻ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. കാരണം ഒരു ഗഹനമായ സത്യം ദൈവം നമ്മെ ആദ്യം പഠിപ്പിക്കുന്നു. ദൈവം ആദ്യം ആരാധകനെ രൂപപ്പെടുത്തുന്നു, അതിനുശേഷമാണ് ഭരണാധികാരിയെ സ്ഥാപിക്കുന്നത്. അവൻ ആദ്യം ഹൃദയത്തെ രൂപപ്പെടുത്തുന്നു, അതിനുശേഷമാണ് വാഗ്ദാനം നിവർത്തിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.